പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അന്ന് നാം പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയുടെ ബലിയർപ്പിക്കാം. അത്യുന്നതമാം സ്വർഗ്ഗത്തിൽ സർവേശ്വര സ്തുതിഗീതം. കർത്താവായ ദൈവമേ, മരണപ്പോഴും ഏർപ്പെട്ടുപോയ സഹോദരിക്ക് നിത്യജീവൻ പ്രദാനം ചെയ്യണമേ. മിശിഹായിൽ നിന്ന് പ്രാപിച്ചവന്റെ ഓർമ്മയാൽ ചരിച്ചുകൊണ്ട് മനുഷ്യവംശത്തിന്റെ നിയമത്തിന് രക്ഷയ്ക്ക് വേണ്ടി ഈ ദിവരെ സംരക്ഷിച്ചവർ പരിക്രമം ചെയ്യുവാൻ ബലഹീനരായ യേശുവിനാത്മാവേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായ നീക്കും ആഴത്തിൽ നിന്നു ഞാൻ ആർദ്രമായി കേഴുന്നു. ദൈവമേ, എന്നെ കേൾക്കണമേ. പാപത്തിൻ മോചനം നിന്നിൽ ഞാൻ കേഴുന്നു. നീയാണ് മോക്ഷം പ്രത്യാശയും. പാപങ്ങൾ മോചിക്കും കാരുണ്യവാരിധി, ആത്മാക്കൾക്ക് ആശ്വാസം നൽകണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുകയും സഭയിൽ ഞങ്ങൾ അങ്ങയെ നിരന്തരം മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായ നീക്കും എന്റെ കർത്താവേ, സത്യമായ ജീവിതത്തെ പരിപാലിക്കുന്നവരുമാകുന്നു. സകലത്തിന്റെയും നാഥായ നീക്കും വിശുദ്ധത്തിൽ സംവേദനായ ബലവാൻ അമർത്തനമായ കർത്താവേ, സ്വഭാവത്തിന് എപ്പോഴും ഞങ്ങളുടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായ നീക്കും
സഭാശ്രേഷ്ഠനായ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട എഴുതുന്നത് വാത്സല്യവാചകം. നിന്റെ ആത്മാവ് ക്ഷേമത്തിനായിരിക്കുന്നതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നിനക്ക് ഐശ്വര്യമുണ്ടാകട്ടെ. നീ ആരോഗ്യവാനായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ സത്യമനുസരിച്ചാണ് ജീവിക്കുന്നതിന് സഹോദരന്മാരെന്ന് നിന്റെ സത്യത്തെക്കുറിച്ച് സാക്ഷികളെപ്പോൾ ഞാൻ വളരെ സന്തോഷിച്ചു. എന്റെ മക്കൾ സത്യത്തിനാണ് ജീവിക്കുന്നത് കേൾക്കുന്നതിന് വലിയ സന്തോഷം എനിക്കുണ്ടാകുന്നുണ്ട്. വാത്സല്യവാചകം. നീ സഹോദരർക്ക് വേണ്ടി പ്രത്യേകിച്ച് അപരിചിതർക്ക് വേണ്ടി ചെയ്യുന്നതെല്ലാം വിശ്വാസത്തിൽ വെച്ച് പ്രവർത്തിക്കണം. അവൻ സഭയുടെ മുമ്പാകെ നിന്റെ സ്നേഹത്തെക്കുറിച്ച് സാക്ഷിപ്പെടുത്തി. ദൈവത്തിന് പ്രീതികരമായും നീ അവരെ യാത്രയാക്കുന്നത് നന്നായിരിക്കും. കാരണം അവരുടെ നാമപ്രതിയാണ് അവർ നിനക്ക് ലഭിച്ചിരിക്കുന്നത്. വിചാരയിൽ നിന്ന് അവർ ഒരു സഹായം സ്വീകരിച്ചിരിക്കുക. ആകയാൽ നാം സത്യത്തെ സ്ഥലപ്രവർത്തകരായിരിക്കേണ്ടത് ഇപ്രകാരമുള്ളവരെ സ്വീകരിച്ച് സംരക്ഷിക്കേണ്ടിയിരിക്കുന്നു. സമാധാനം നിങ്ങളോടുകൂടി. വിശുദ്ധ ലൂക്കായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 15 ചുങ്കക്കാരൻ പാപികളെല്ലാം അവന്റെ വാക്കുകൾ കേൾക്കാൻ അടുത്തു വന്നുകൊണ്ടിരുന്നു. ഫരിസേയർ നിയമത്തിന് പിറവെടുത്തു. ഇവൻ പാപികളെ സ്വീകരിക്കുകയും അവരുടെ കൂടെ ഭക്ഷണം കഴിക്കുകയും ചെയ്യും. അവൻ അവരോട് ഈ ഉപമ പറഞ്ഞു: നിങ്ങളിൽ ആരാണ് തനിക്ക് 100 ആളുകൾ ഉണ്ടായിരിക്കും, അവയിലൊന്നും നഷ്ടപ്പെട്ടാൽ 99 മരുഭൂമിയിൽ വിട്ടിട്ട് നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടുമ്പോഴും തേടി പോകാത്തത്? കണ്ടുകിട്ടപ്പോൾ സന്തോഷിച്ച് അതിനെ തൊഴിലേറ്റു. വീട്ടിലെത്തുമ്പോൾ അവൻ കൂട്ടുകാരെയും അയൽവാസികളെയും വിളിച്ചുകൊണ്ട് പറയും: നിങ്ങൾ എന്നോട് കൂടെ സന്തോഷിക്കുക, എൻ്റെ നഷ്ടപ്പെട്ട ആളിനെ കണ്ടുകിട്ടിയിരിക്കും. അതുപോലെ തന്നെ അനുതാപം ആവശ്യമില്ലാത്ത 99 നീതിമാന്മാരെ കുറിച്ച് നിന്നേക്കാൾ അനുദരിക്കുന്ന ഒരു ബാധയെ കുറിച്ച് സ്വർഗത്തിൽ കൂടുതൽ സന്തോഷമുണ്ടാകുമെന്ന് ഞാൻ നിന്നോട് പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായ
സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ കൃപാസനത്തിൽ നമ്മുടെ കടങ്ങളുടെയും പാപങ്ങളുടെയും കരകരയിലേക്ക് Israel
പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ സ്വർഗ്ഗവാസികളുടായിരുന്നു മാലാഖമാരുടെവനായിരുന്നു മഹോന്നതനായ നീ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളുടെ നാം പ്രവർത്തിക്കുന്നു. പരിശുദ്ധമരൂപികളുമായ കോടന്മാരോടും സാധുമാരോടും ചേർന്ന് നാഥനായി നീക്കി അവരാരാധന സമർപ്പിക്കുന്നു. ഒന്നാഴ്ച സ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരൻ സ്തുതിഗീതങ്ങൾ പാടുന്നു. കർത്താവായ ദൈവമേ, ഈ സ്വർഗീയങ്ങളോടുകൂടി നീ ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിയവരായ ദാസർ അവിടുത്തെ നാമത്തിൽ ഒരുമിച്ചുകൂടി ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകമായ രഹസ്യം തിരുസന്നിധിയിൽ ഇപ്പോൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തന്ത്രങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം കൃതജ്ഞതാസ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യും. ഞാൻ ഈ ചെയ്തത് എന്റെ നാമത്തിൽ വിളിച്ചു കൊടുക്കുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യും. കർത്താവേ, അങ്ങ് പ്രകാശിപ്പിക്കാൻ കഴിയാത്തത് അത്ര വലിയ അനുഗ്രഹമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവജനങ്ങൾ പകരാൻ ഞങ്ങൾ വിശ്വസമം സ്വീകരിക്കുകയും അത് ബന്ധിച്ചുപോയ സമുദ്രത്തിലേക്ക് ജീവിക്കുകയും ചെയ്തു. പാപികളായ ഞങ്ങളുടെ കടകൾ ക്ഷമിച്ച് പ്രകാശത്തിൽ ശത്രുപരാജനമാക്കി ബന്ധിതമായി എന്റെ സമൃദ്ധമായ മഹത്വപ്പെടുകയും ചെയ്തു. അന്ന് നിങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കുമായി ഞങ്ങളെ നീക്കി സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും നീക്കി. കർത്താവേ, ശക്തനായ ദൈവമേ, മാർ ഫ്രാൻസിസ് പാപ്പ, മാർ ആഫ്രിക്കൻ മാർ പോളിമിത്രാൻ രൂപമാർ സംസ്ഥാന സമർപ്പിൽ അൽമായ വിദ്യാർത്ഥികളും വിശുദ്ധ തുടങ്ങിയ സഭാംഗങ്ങളെ ഈ കുർബാന സ്വീകരിക്കണമേ. ഞങ്ങളുടെ നാമത്തിലൂടെ പോയില്ല പ്രത്യേകമായി ഓർത്ത് പ്രാർത്ഥിക്കുന്ന സഹോദരനാകുന്ന ശ്രമിക്കും. അങ്ങയുടെ കാലത്ത് പ്രത്യാശവും കാത്തിരിക്കുന്ന ഈ ദൈവജനം രോഗികളായ ആശുപത്രി വീടുകളിൽ കഴിയുന്നു, മാർഗമായ സുഖങ്ങളാൽ വിശ്വസിക്കുന്നു. വിദൂരസ്ഥനായ ഞങ്ങളുടെ പ്രിയപ്പെട്ടു ഞങ്ങളുടെ പ്രാർത്ഥന സഹായം ചോദിച്ചു. അയോഗ്യനായിരിക്കും വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ വിശുദ്ധമായ അങ്ങയുടെ വിശുദ്ധ ശരീരത്തിൽ ഞങ്ങൾ ജീവിതം സമാധാനം ഞങ്ങൾക്ക് നൽകുന്നതിനായി പിതാവായ ദൈവങ്ങളുടെ പ്രിയപ്പെട്ടതായ ശേഷിയായി അങ്ങേ ദൈവമായി ജീവിതായ ശേഷം വിശുദ്ധമായ
സന്തോഷത്തോടെ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. കർത്താവേ, സജീവവും പരിശുദ്ധവും ജീവനായകവും നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, ഞങ്ങളുടെ കാരണത്തിനും ദൈവത്തിനോട് ദൈവം നൽകി. കർത്താവേ, ഞങ്ങളുടെ കർത്താവേ, ഈശോമിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതി. നാഥായ നിന്റെ ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവനായകവുമായ സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി ലോകത്തിന് മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇരുപക്ഷികൾ മരിക്കുകയും പാപമോചനം പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നമ്മുടെ കർത്താവേ, ഈശോമിശിഹായുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നമ്മെല്ലാവരും കൂടെ എല്ലാവരും എപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവായ ദൈവമേ, ആത്മപ്രബോധനങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടി അങ്ങയുടെ സന്നിധിയിൽ ഇപ്പോൾ നമ്മുടെ ഹൃദയം നിഷ്കളങ്കമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാം ചേർന്ന് വിളിച്ച് പ്രകാരം ഉപേക്ഷിക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ
ഓ എന്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എന്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എന്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. കർത്താവായ ദൈവമേ, ജീവനായകനും ദൈവികമായ ദിവസത്തിനൊക്കെ ചെയ്യുവാൻ മനസ്സിലായ ഞങ്ങളുടെ കാലത്ത് പ്രമേയോഗ്യരാക്കി അങ്ങയുടെ മഗ്നിയാമത്തിനെപ്പോഴും സ്തുതി ബഹുമാനവും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടുണ്ടാകും. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരായ മരണം മൂലം മരണത്തെ വിജയിച്ചവരായി ശാശ്വത ജീവൻ ഉറവിടമേ, നിൻ തിരുനാമം മഹനീയം.